ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഗ്രാമീണരുടെ മനസ്സും ശുദ്ധമായിരുന്നു. എന്നാൽ കാലങ്ങളുടെ മാറ്റം ഈ ഗ്രാമത്തെയും ബാധിച്ചപ്പോൾ ഇവരും സ്വാർത്ഥരായി. ഈ ഗ്രാമത്തിൽ നടന്ന നിഷ്കളങ്ക പ്രണയത്തിൻ്റെ കഥയാണ്. എന്താ എന്തു പറ്റി സാർ? ഒരു ആക്സിഡന്റ് ആയി, എത്രയും പെടുന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ വേഗം വണ്ടി കയറ്റിക്കോളൂ. കണ്ണി കണ്ട ഷാമ്പു ഒക്കെ തേച്ച് മുടിയൊക്കെ നാശമാക്കി. എത്ര മുടിയുണ്ടായിരുന്ന കുട്ടിയാ നീയ്? അച്ഛൻ ഇന്നലെ സിനിമയ്ക്ക് ഉണ്ടാവുന്ന പറഞ്ഞ് പറ്റിച്ചൂല്ലേ? നിനക്കൊന്നും സ്കൂളിലൊന്നും പോറായില്ലേ? അയ്യേ, അച്ഛൻ ഒന്നും അറിയില്ല. ഇന്ന് ഞായറാഴ്ചയല്ലേ അച്ഛാ? ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം മക്കളെ. അച്ഛൻ മരിച്ചതിൽ പിന്നെ നിങ്ങളെയൊക്കെ വളർത്താനുള്ള അലച്ചില്ലും നെട്ടോടത്തിനും ഇടയിൽ നിങ്ങൾ ആഗ്രഹിച്ചതും പറഞ്ഞതും ഒക്കെ നടത്തി തരാൻ ഈ അമ്മയ്ക്ക് കഴിയാതെ പോയി. അല്ലെങ്കിലും മോനോട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളോർത്ത് ഈ അമ്മ ഇന്നും വേദനിക്കുന്നുണ്ട്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയല്ലേ, കരയാതെ അമ്മേ. ഇന്നലെ എവിടെയായിരുന്നു നീ? അതെ, അമ്മ ഒന്നും അറിഞ്ഞില്ലേ? ഇന്നലെ വിനുവേട്ടൻ വന്നപ്പോ ആക്സിഡന്റ് പറ്റിയൊരു കുട്ടിയെ ഹോസ്പിറ്റലാക്കി. അതുകൊണ്ടാ സമയം വൈകിയത്. അയ്യോ, എന്നിട്ട് ആ കുട്ടിക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ വരുന്നത് വരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയതാ. വണ്ടിക്കാരനാണെങ്കിൽ കടന്നും കളഞ്ഞു. അയ്യോ, പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ വന്നപ്പോ ഞാനിങ്ങോട്ട് പോന്നു. നീ വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ശരി. നിങ്ങളാണോ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കുട്ടിയെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചാരണം ജീവൻ രക്ഷിക്കാനായി. എന്റെ മോളെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. എന്താ നീ കാണിച്ചത്? ഏയ്, എന്തിനാ ഇങ്ങനെ കരയുന്നത്? മരുന്നുകുപ്പി പൊട്ടിയ നമുക്ക് വേറൊന്നും വാങ്ങിച്ചുകൂടെ? അതിന് കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇവരെ പരിചയപ്പെടണ്ടേ?
ഇത് വിനു. ഇദ്ദേഹമാണ് നമ്മുടെ മോളെ രക്ഷിച്ചത്. ഇതെന്റെ ഭാര്യ. വിനുവേട്ടാ, സമയം ഒത്തിരിയായി, നമുക്ക് പോകണ്ടേ? പോവാം. ശരി ശരി എന്നാ. എന്നാ. കാണാം. പോട്ടെ മോളെ. പോട്ടെ മോളെ. ഏയ്, എന്താണൊരു ആലോചന? ഒന്നുമില്ല. വിനുവേട്ടാ, അതാണല്ലേ നമ്മുടെ ആ പഴയ. ഇപ്പം വിനുവേട്ടന് നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഇല്ല, നിന്നോടത്തുള്ള ഈ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തനാ ഞാൻ. എങ്കിലും പെട്ടെന്ന് കണ്ടപ്പോ ഒരു നൊമ്പരം, അത്രയേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊരു ലോകമേ ഉള്ളൂ, നീയും ഞാനും പിന്നെ നമ്മുടെ മക്കളും. വിനുവേട്ടാ, 2 റിബൺ തരും, പറ്റുമെങ്കിൽ 2 ടവലും. എനിക്കും വേണോട്ടോ. നോക്കട്ടെടി, എടുത്തു വെക്കാം. വാ പോവാ. കിട്ടൂടി. ആ, തരുമായിരിക്കും അല്ലേ? ഹോ, ഇന്നലത്തെ ആ ഫിസിക്സിന്റെ ക്ലാസ്സില് എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് വല്ലതും മനസ്സിലായോ? അല്ലേ, ആ കഷണ്ടി മാഷെടുത്ത ഒന്നും മനസ്സിലാവില്ല. ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിനുവേട്ടൻ വരുന്നുണ്ട്. ഞാനല്ലേ ഇന്നലെ വിനുവേട്ടന്റെ അടുത്ത് റിബൺ ചോദിച്ചത്. എന്നിട്ട് നല്ല റിബൺ അമിതിക്ക് കൊടുത്തു അല്ലേ? എന്താ കാര്യം എന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ തമ്മില് ഓടി. നാളെ നിങ്ങളിവിടെ ഇരിക്കുമ്പോ ഞാൻ ഉണ്ടാവില്ല. ഒന്ന് ചുമ്മാരിയടാ, നിനക്ക് ഈ കുഗ്രാമത്തിലൊന്നും ഇരിക്കേണ്ടി വരില്ല. ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ സുഖിച്ചിരിക്കാം. ഊതല്ലേ? എടാ, എനിക്ക് ഈ നാടും വീടും നിങ്ങളൊന്നും വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് അവളെ നഷ്ടപ്പെടും. അതല്ലെങ്കിലും നഷ്ടപ്പെടും. അവറാച്ച മുതലാളി അയാളുടെ മകളെ ഇവന് കെട്ടിച്ചു കൊടുക്കും. നിനക്ക് തോന്നുന്നുണ്ടോ വിനു? പ്രണയത്തിന് പണവും സൗന്ദര്യം എന്നല്ല കാര്യം, മനസ്സുകൾ തമ്മിലുള്ള പൊരുത്താ. ഓ ശരി എന്നാ. ആ, അതൊക്കെ പോട്ടെ. അറിയാ, ബോംബെയിൽ തയ്യൽ പണിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ നോക്കണം. അതെന്താ, നീയും വല്ല അവറച്ച മുതലാളിയുടെ മക്കളെയും ചാക്കിലാക്കിയ? നീ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം അമിതയും കൂട്ടുകാരെയും റിബണും ടവലും ചോദിച്ച് കടയിൽ വന്നിരുന്നു. ഞാനത് പിറ്റേ ദിവസം ഞാൻ കൊടുക്കുകയും ചെയ്തു. ആ കൂട്ടുകാരി പെണ്ണ് അവളുടെ മുന്നിൽ വെച്ച് കളിയാക്കൊണ്ട് പറയാ, ഞങ്ങൾ തമ്മിൽ പ്രണയതുകൊണ്ടാ ഞാൻ അവൾക്ക് നല്ല റിബൺ കൊടുത്തേന്ന്. സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും ചമ്മിയെങ്കിലും അവൾക്ക് അങ്ങനെ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. അവള് തിരിഞ്ഞു നോക്കിയൊരു ലവ് ചിരിയും ചിരിച്ചോണ്ടാ പോയത്. പിന്നെ നീ ഒരു വെട്ടുകഷ്ണം കൊടുത്തെന്ന് പറഞ്ഞ് അവള് നിന്റെ പുറകെ വരാൻ പോവല്ലേ? ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമയം ഒരുപാടായി, ഞാൻ പോവാ. അപ്പൊ ശരി, അളിയാ ചെന്നിട്ട് വിളിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കേടാ. പാവം. തയ്ക്കാനുള്ള തുണിക്കൊക്കെ ചേരുന്ന നൂറുണ്ടെന്ന് നോക്കണം കേട്ടോ. ഒരു 25 പൈസ തരുമോ? 1 രൂപ ആയാലോ? ഇതങ്ങോട്ട് കൊടുത്തേക്ക്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം വരും കേട്ടാ. നമ്മള് ഇങ്ങനെ അടിക്കും. മറ്റു കുറെ ആയാലോടാ. ഒരു കപ്പയും മീൻകറിയും. എങ്ങനെ തിരിച്ചു? ഇല്ല, ഞാൻ ഇനി അടിക്കും. ഒരു 25 പൈസ തരുമോ? എന്റെ പൈസ മേടിച്ച് എന്നെ തന്നെ തെറി വിളിക്കാനല്ലേ? അവർക്കൊക്കെ എന്തും ആകാമല്ലോ. പണ്ടാരാണ്ട് ആനപ്പുറത്തിരിക്കുമ്പോ പട്ടി മേടിക്കേണ്ട കാര്യം. ആണോ? ഓ, അത് ശരി ശരി. അവന്റെ ഒരു എടുത്താ പൊങ്ങാത്ത ഡയലോഗ് അവന്റെ കണ്ണിൽ മീൻചാരി ഞാൻ കോരി വയ്ക്കും. ചേട്ടാ, ഊണ് വെച്ചിട്ട് വരാം. ആ, വേഗം വരണേ. എല്ലാം പണം നടത്തും. ഒരു 11കാരൻ വന്നിരിക്കുന്നു. ഇതും തള്ളിക്കയറ്റിക്കൊണ്ട് എങ്ങോട്ടാ? ഒരു പാന്റ് 11കാരൻ.
വാസു, എന്റെ ബ്ലൗസ് തയ്ച്ചോ? ഇല്ലല്ലോ യശോദാമേ. എന്നാ ശരി, അതിങ്ങോട്ട് തിരിച്ചു തന്നേക്ക്. ഞാൻ വേറെ എവിടെ കൊടുത്തെങ്കിലും തയ്ച്ചോളാം. ഇത് ചോദിച്ച് നടന്ന് കാലിലെ ചെരുപ്പ് തേഞ്ഞു എന്റെ. ഈ ചെക്കൻ്റെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കണേ? യശോദാമേ, ഇന്നുകൂടി ഒന്ന് ക്ഷമിക്കേ. നാളെ രാവിലെ തയ്ച്ച് എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിലെത്തിച്ചോളാം. ശരി. നാളെ രാവിലെ ബ്ലൗസ് തയ്ച്ച് എന്റെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം വാസു അറിയും. പറഞ്ഞേക്കാം. എടാ, നീ യശോദമ്മയുടെ തുണി കണ്ടോ? അത് ഇവിടെ ഓ, അതും മുറിച്ച് തീർപ്പണയ്ക്കോ? നീ തന്നെ തുണി എടുത്ത് കൊടുത്താൽ മതി. എന്റെ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമായി. ആരൊക്കെ എതിർത്താലും നമ്മൾ ഒന്നിച്ചു ജീവിക്കും. അത് കാണാ. ഇത് വെച്ചോ. ഇന്നത്തെ കത്തിന്റെ മറുപടിയാ. എവിടെ നിന്റെ കൂട്ടുകാരി? വിനുവേട്ടന് എനിക്ക് നല്ല റിബൺ തരുന്നുണ്ട്. അവക്ക് എന്നോട് ഭയങ്കര കുശുമ്പാ. നാളെ ഞങ്ങൾ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞെന്നുള്ള സിനിമയ്ക്ക് പോവാ. വിനുവേട്ടൻ മരണട്ടോ. അതെ, കത്തിനുള്ള മറുപടി നാളെ തരണട്ടോ. സുരേഷ്, ഞാനുണ്ടാ. വേഗം വരുന്നു. പിള്ളേരുടെ ഒരു കാര്യം. അവളുടെ വീട്ടിൽ ആകെ പ്രശ്നമാണ്. അവളെ അവളുടെ ചേട്ടനെ അടിക്കണോ കണ്ടു. അവള് ഗർഭിണിയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് കാരണം ബന്ധുക്കളും നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. നിന്റെ വീട്ടിലും അറിഞ്ഞു എന്നാ തോന്നേ. നീ വീട് വരെ ചെല്ല്. വിനു, എന്താടാ? നിന്നെ അവളെയും ചേർത്ത് ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ. ശരിയാണോ? അമ്മേ, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില. ഞാൻ അവളെ കല്യാണം കഴിച്ചോട്ടെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ കുടുംബത്തെ കയറ്റില്ല. അതല്ല, നീ അവളെയും കൊണ്ട് മറ്റു വല്ലയിടത്തും പോയി ജീവിക്കാനാ ഉദ്ദേശമെങ്കിൽ എന്റെ ശവേ നീ കാണും. നീ എന്ത് പണിയെ കാണിച്ചേ? നീ ഇതിന്റെ വീട്ടിൽ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞേ. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസമെങ്കിലും വിനുവേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമോ? അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുമോ? ചേട്ടാ, ഇവിടെ മാറിക്കടാ. നീ എപ്പോഴും പറയാറുണ്ടല്ലോ ബന്ധങ്ങളുടെ മഹത്വത്തെ പറ്റി. ഇതാ നോക്ക്, അകന്നു പോകുന്ന ആ വാഹനത്തിലാ നീ പറയാറുള്ള രക്തബന്ധങ്ങൾ. അവരിപ്പോ പുതിയ കൂട്ടിൽ ചേക്കേറാനുള്ള തിരക്കിലാണ്. അവിടെ നീയില്ല. നീ ഇന്ന് തെരുവിലാണ്. ഉടുക്കാൻ വസ്ത്രങ്ങളില്ലാതെ, ഉറങ്ങാൻ ഇടമില്ലാതാക്കി അവർ യാത്രയായി. ഇനി നീ ബന്ധങ്ങൾ സ്വന്തങ്ങൾ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ. എല്ലാം പണം നടത്തും ഇന്ദ്രജാല. അവരെന്നെ വഴിയിൽ ഉപേക്ഷിച്ചോടെ. അവർക്കെന്നെ വേണ്ടേ? അപ്പൊ ഞാനിന്ന് അനാഥനല്ലേ, ആരോരുമില്ലാത്തവൻ. സുരേഷ്, ഈ നെറികെട്ട ലോകത്ത് സത്യവും വിദ്യയും തിരിച്ചറിയാത്തവരായി എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് മരിക്കണം. എന്നെ പ്രസവിച്ച അമ്മേ, എന്റെ ഇവർക്കൊക്കെ വേണ്ടിയാ ഞാൻ എല്ലാം ഉപേക്ഷിച്ചത്. എന്നിട്ട് എന്റെ കൂടെ പിറപ്പുകൾ. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. നിന്നെ നന്നായി അറിയാവും. നീ എന്റെ വീട്ടിലേക്ക് വരും. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? സ്നേഹിക്കുന്നവന് ചങ്കു പറിച്ചു കൊടുക്കുന്നവനാ നീ. നിന്നെ ആരെന്ത് പറയാനാടാ? നീ വാ.
നീ വച്ചോ.